കോടതി വിധി ലംഘിച്ച് റോഡ് കയ്യേറി സമ്മേളനങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ച CPM നേതാക്കളെ തൊടാതെ പോലീസ്. റോഡിന്റെ ഒരു വശം പൂർണ്ണമായും അടച്ചു നടത്തിയ CPM പാളയം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. കേന്ദ്ര സർക്കാരിനെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നടത്തിയ സമരത്തിൽ CPM സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനെ പ്രതി ചേർത്തിരുന്നെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയത്. മാർഗതടസ്സം സൃഷ്ടിച്ച് പൊതുവഴികളിൽ ജാഥയോ പ്രകടനമോ സമ്മേളനമോ നടത്താൻ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് അതിനു വിരുദ്ധമായി സമ്മേളനം സംഘടിപ്പിച്ചത്. ഉദ്ഘാടകനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെത്തി. റോഡ് ബ്ലോക്ക് ചെയ്ത് സമ്മേളനം നടത്തിയതിന് 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തുവെങ്കിലും MV ഗോവിന്ദനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇത് വ്യക്തമാകുന്നത്. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് റോഡ് കയ്യേറി സമരം സംഘടിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനെതിരെയും പോലീസിന്റെ തുടർ നടപടി ഉണ്ടായില്ല. ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മാർഗതടസ്സം വരുത്തിയെന്ന കേസിൽ MV ജയരാജനെ 1-ാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 25-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. CPM നേതാക്കളായ MV ജയരാജൻ, M സുരേന്ദ്രൻ, KP സഹദേവൻ, MK മുരളി, TV രാജേഷ്, KP സുമേഷ്, PV ഗോപിനാഥ് തുടങ്ങിയ നേതാക്കളടക്കം 10,000-ഓളം കണ്ടാലറിയുന്നവർക്കെതിരെയാണ് അന്ന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. ജനം, കോഴിക്കോട്.